ആലുവ പെരിയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊന്നതാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വായിൽ തുണി തിരികെയാണ് ശ്വാസം മുട്ടിച്ചത്. മൃതദേഹത്തിൽ മറ്റു മുറിവുകളോ പരിക്കുകളോ ഇല്ല. ബ്രിജേഷ് വിവരങ്ങൾ നൽകും. ബ്രിജേഷ്, എന്ത് സംഭവിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം? നമുക്കറിയാം, ഈ ചൊവ്വാഴ്ച രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം ആലുവ പുഴയുടെ, അതായത് പാലത്തിന് സമീപം, മംഗലം പാലത്തിന് സമീപം സെമിനാരിക്ക് അതായത് പുതപ്പിൽ പൊതിഞ്ഞ് കല്ല് കെട്ടി താഴ്ത്തിയ രൂപത്തിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഇതിൽ തന്നെ പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ഇതൊരു കൊലപാതകമാണെന്ന് വ്യക്തമായ സൂചന അപ്പോൾ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആലുവ ഡിവൈഎസ്പി ജയരാജിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു വരികയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കൃത്യമായ കൊലപാതകമാണെന്ന രൂപത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് യുവതിയെ വായിൽ തുണി തിരികെ ശ്വാസം മുട്ടിച്ച് കൊന്നു എന്ന രൂപത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതായത് ഒന്നുകിൽ കൊലപാതകത്തിന് ശേഷമോ അല്ലെങ്കിൽ അബോധാവസ്ഥയിലുള്ള സമയത്തായിരിക്കാം ഇത്തരത്തിൽ അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷമാവാം ഇത്തരത്തിൽ പുഴയിൽ ഉപേക്ഷിച്ചെന്നാണ് പോലീസ് ലഭിക്കുന്ന വിവരം, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ മരിച്ച വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 25 മുതൽ അല്ലെങ്കിൽ 40 വയസ്സിനിടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണ് മരിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഒരു കൃത്യമായ കൊലപാതകം, അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ കൊലപാതകത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു സംശയമാണ് പോലീസ് നമുക്ക് നൽകുന്നത്. എന്തായാലും ഇപ്പോൾ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടുകൂടി ഇനി കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുമെന്നൊരു സൂചന തന്നെയാണ് നമ്മളോട് അവർ പങ്കുവെക്കുന്നത്. ഏതായാലും മരിച്ച വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും ആലുവ പുഴയുമായി അല്ലെങ്കിൽ പെരിയാർ തീരങ്ങളിൽ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാതാവുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തുന്നു. ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാവുന്നതോടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതോടുകൂടി മരിച്ചത് ആരാണെന്ന് വ്യക്തമാകുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്നത്. എന്തായാലും ഒരു ക്രൂരമായ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നു എന്ന രൂപത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്.